ഞാൻ സപ്പോർട്ടിന് വിഷ്ണുവിനെ പിടിച്ചെടുത്തേക്ക് എനിക്കൊരു മാനസിക സമ്മർദ്ദം. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ തിരക്കേടില്ലാതെ ഇരിക്കുന്നു. ഇന്ന് അപർണയുടെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ. നിങ്ങൾ രാവിലെ അവര് വിളിച്ചതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മുഴുവൻ എനിക്ക് ഓർമ്മയില്ല. ഇന്ന് ഏപ്രിൽ 2-ാം തീയതി വ്യാഴാഴ്ച അപർണയുടെ എൻഗേജ്മെന്റ് ആണ്. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ നാട്ടിൽ പോകണം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുന്ന എല്ലാ ഫേവറബിൾ കണ്ടീഷനും ആയിരുന്നു ഞാൻ വരാൻ പറ്റുന്ന വിചാരിച്ചത്. പിന്നെ RP കാർഡിന്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. ഇന്നലെയാണ് എനിക്ക് എന്റെ റെസിഡന്റ് പെർമിറ്റ് ഇവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അത് കഴിഞ്ഞ് എന്നാലും ഞാൻ പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി വേറെ എന്തെങ്കിലും വിസ എടുക്കുക എന്തെങ്കിലും ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടായിരുന്നു. കാരണം എനിക്ക് അത്ര ഇത് മിസ് ചെയ്യണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. യുവിനെ വെച്ച് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളും എനിക്ക് ഇമ്പോർട്ടന്റ് എനിക്ക് അവിടെ പോകണം എന്നുള്ളതായിരുന്നു. അപ്പൊ പോണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇപ്പൊ ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. ദുബായ് വഴിയാണ് ഇവിടുത്തെ അധികം ഫ്ലൈറ്റ് വരുന്നത്. കുറെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോ എല്ലാം കൂടെ വരവ് നടന്നില്ല. പക്ഷെ ഈ ഒരു ദിവസം നമ്മളിവിടെ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ ചോറൂണിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്ണു ആണല്ലോ വന്നിട്ടുണ്ടായിരുന്നു ഏക്ത. അപ്പൊ മേക്കപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒപ്പം വിഷ്ണുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വിഷ്ണുവിന്റെ ചേച്ചിയായിരുന്നു, വിഷ്ണുവിന്റെ കസിൻ. അപ്പൊ വിഷ്ണു പറഞ്ഞ ഡയലോഗ് ഉണ്ട്, നാട്ടുകാർക്കല്ല കസിൻ എനിക്ക് ചേച്ചി തന്നെയാണ്. അതേപോലെയാണ് എനിക്ക് ബാക്കിയുള്ളവർക്കാണ് കസിൻ, എനിക്ക് പറഞ്ഞ അനിയത്തി തന്നെയാണ്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ പോവാൻ പറ്റാത്തതില്. അപ്പോ എന്റെ പ്ലാൻ ആക്ച്വലി ഞാൻ മാർച്ചിൽ വരുന്നു, ഒരു മാസത്തിന് തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം വരുന്നത് ഇനി ഓണത്തിനോടനുബന്ധിച്ചിട്ടാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ വീണ്ടും വരുന്നു. അപ്പോക്ക് വിഷ്ണു വരുന്നു. വിഷ്ണു കല്യാണത്തിന് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. വേറെയും 1-2 വലിയ കാര്യങ്ങൾ എന്റെ ഭാഗത്തുനിന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിലുള്ള ഈ ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ കാരണം അതെല്ലാം ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിന്റെ എല്ലാം പണിപ്പുരകളിലായിരുന്നു ഞാൻ. അതെല്ലാം തൽക്കാലം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ സമയമാകുമ്പോ എല്ലാം നിങ്ങളുടെ അടുത്ത് പറയാം. നമുക്ക് പുറത്ത് വരിക താമസിക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അതങ്ങനെ എടുക്കുക. എന്താണ് നമ്മൾ വിചാരിക്കുന്നു മലപ്പുറം ചെയ്താണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നേണ്ട ആവശ്യമുണ്ട്. ഇപ്പം മൊത്തം എത്രയോ പേര് ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രശ്നം കാരണം. സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വെച്ച് നോക്കുമ്പോൾ എന്റെ ബുദ്ധിമുട്ട് ചെറിയ ബുദ്ധിമുട്ടാണ്, വളരെ നെഗ്ലിജിബിൾ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എത്രയും പെട്ടെന്ന് ബെറ്റർ ആവട്ടെ സിറ്റുവേഷൻ വിചാരിക്കുന്നത്. അതെ. അപ്പോ അതായിരുന്നു മാർച്ചിൽ നാട്ടിൽ പോകാനുള്ളത്. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഒരു വയലറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിന്റെ ഫംഗ്ഷനാന്നുള്ളത് പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. കാരണം നമ്മളിവിടെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അത് അപർണയുടെ മാരേജ് ഫിക്സേഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അവരെല്ലാവരും കൂടെ വന്നിട്ട് ഉറപ്പിക്കുന്ന ഫംഗ്ഷൻ ആയിരുന്നു അത്. അപ്പോ അപർണ ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷം ജീവിതകാലം മുഴുവൻ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളത് ഒരു ചേച്ചി ഏട്ടൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ ഒരു ഗുഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട്. ഞാൻ ആക്ച്വലി 2-ാം തീയതി എനിക്ക് അറിയുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ ആണെന്നാണ്. കാരണം സാറ്റർഡേ ആണല്ലോ പൊതുവെ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവാറ്. പിന്നെ വെക്കേഷൻ ആയത് കാരണം അവർ അധികം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അപ്പോ ഞാൻ വിചാരിച്ചു എന്താ പറയാ, സാറ്റർഡേ ആണെങ്കിൽ പുറത്തു പോവാം, കുറച്ചും കൂടെ എന്നെ ഡീവിയേറ്റ് ചെയ്യുന്ന. അപ്പൊ ഇതിലേക്ക് ഫുൾ ഫോക്കസ് വരില്ലല്ലോ എന്നുള്ളത്. അപ്പൊ വ്യാഴാഴ്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന് ജോലി ഉണ്ടാവും, വേറെ കുറെ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആവും. ഇന്നാണെങ്കിൽ യുവിക്ക് ഒരു ട്രയൽ ഡേ പീരീഡ് ഉള്ള ദിവസമാണ്. യുവി ഇതേവരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇട്ടുന്നിട്ട് ഇന്ന് 2 മണിക്കൂറും കൂടെ എക്സ്ട്രാ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ട്രയൽ ഡേ കെയർ ഉള്ള ഡേ പീരീഡ് എന്നാണ് ഞാൻ പറഞ്ഞ അർത്ഥം. ഡേ കെയർ ഉള്ളൊരു ദിവസമാണ്. അപ്പൊ അത് ഒക്കെ ആയിട്ട് ഇന്ന് കുറച്ച് ബിസി ആവില്ല എന്നേ വിചാരിച്ചേ. പക്ഷെ ഇന്ന് ബിസി ആക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിന്റെ ഫ്രണ്ട് വരുന്നുണ്ട് നോർവേയിൽ. അത് വളരെ നല്ലൊരു ഡീവിയേഷൻ ആയിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. ഇന്നലെ ഞാൻ രാത്രി കുറച്ച് ബിരിയാണിക്ക് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു കേട്ടോ. ആ സമയത്ത് എനിക്ക് കുറച്ച് മൂഡ് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ റാൻഡംലി എന്നെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതായിരുന്നു. പിന്നെ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ കൂടെ എടുക്കാം. എന്തുകൊണ്ടും പിന്നീട് എനിക്ക് കാണാനും താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു വീഡിയോ എന്ന്. എന്റെ വീഡിയോ പഴയ വീഡിയോസ് ഏറ്റവും കൂടുതൽ എടുത്ത് കാണുന്ന ഒരാൾ എന്റെ പരിചയത്തിലുള്ള ആരാന്നറിയോ? ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ടല്ല, എന്റെ ലൈഫിൽ പണ്ട് നടന്ന സംഭവങ്ങൾ ആയി പറക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ
പോസ്റ്റ് ചെയ്തത് വിഷ്ണു കാണില്ല. പക്ഷെ നമ്മള് 2020 താമസിച്ചിരുന്ന വീട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീണ്ടും കാണാൻ വേണ്ടിട്ട് കാണുകയാണ്. അത് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം 5:30 എടുത്ത് കാണാറില്ല. എപ്പോഴെങ്കിലും ടി വി വെച്ച് നല്ലൊരു നാണം. അല്ല എന്താ, ഞാൻ എല്ലാ ദിവസം ചെയ്യാറില്ലല്ലോ. ഞാൻ എപ്പോഴെങ്കിലും ടി വി മുമ്പിൽ ഇരിക്കുമ്പോ എനിക്ക് തോന്നും ഓക്കെ പണ്ടത്തെ ജീവിതം ഒന്ന് തിരിച്ചു നോക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് പോകും. ഞാൻ അങ്ങനെ ചെയ്യുന്ന പ്രശ്നം. എന്റെ ഒരു പ്രശ്നമില്ല. ഞാനിപ്പോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വീണ്ടും എനിക്ക് കാണുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപർണയുടെ എൻഗേജ്മെന്റ് ഡേ. അപർണ വളരെ സന്തോഷത്തിലാണ്. ഞാൻ വീഡിയോ കോളൊക്കെ വിളിച്ചു. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയല്ലോ. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റത് ഒരു വീഡിയോ കോളിലായിരുന്നു കേട്ടോ. അപർണ റെഡി ആയി കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ അനു ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല നീ മറ്റേ പരിപാടി തുടങ്ങിയ വിളിച്ചോ? ഞാൻ ഉറക്കായിരിക്കും. ഇവിടെ സമയം ആവണേ ഉള്ളൂ. ആ ശരി. അയ് മാം ഉഷാറായിണ്ടല്ലോ. എന്താപ്പത്? ആ കാണാം. ഞാൻ ഇപ്പൊ കോളിലെണീറ്റതാ. കോളിലെണീറ്റതാ. ഇല്ല ഇവിടെ 6:30. നമ്മുടെ വീട്ടിൽ ഇത്രയും ഒരു ആഘോഷമൊക്കെ നടക്കുമ്പോഴേ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ കാണുന്നത് എന്തൊരു വിഷമം ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സീ മേക്ക് ഓവേഴ്സ് തന്നെയാണ് അപർണയുടെ എൻഗേജ്മെൻറ്റിന് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത്തയാണ് അവർ രാവിലെ ഒരു 4-4:30 ആകുമ്പോൾ വന്ന് അപർണേനെയും മേമമാരെയും ആമീനെയും അമ്മേനെയും എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഫിസിക്കലി ഞാൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ മനസ്സ് മൊത്തമായിട്ട് അവിടെയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതും ഞാനിങ്ങനെ വീഡിയോ കോൾ വിളിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപർണ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മൊത്തത്തിൽ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണോ അപർണ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ അന്നത്തെ ഒരു ദിവസം പരിപാടി പോയി എന്ന് ഞാൻ ഇവിടെ ഇരുന്നും കൊണ്ട് അറിഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മിക്സ്ഡ് ആയിട്ടൊരു ഇമോഷനുള്ള ഒരു തുടക്കമായിരുന്നു ഇന്ന് രാവിലെ തന്നെ. അല്ലെങ്കിലും എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ലല്ലോ. അപ്പോൾ പോകുന്ന രീതിയിൽ നമ്മൾ സന്തോഷം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഞാനിപ്പോൾ എന്നോട് തന്നെ പറഞ്ഞ് സമാധാനിക്കുന്നത്. ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ ആകുമ്പോഴേക്കും നാട്ടിൽ പോകാമല്ലോ. പക്ഷെ എന്നാലും ഉള്ളിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാതൊക്കെ ഇരുന്ന് എന്താ പറയണത്, കുറച്ചുകൂടെ പ്രാക്ടിക്കലാവും. മുന്നേ ഇങ്ങനെ ഞാൻ ഓരോരോ പ്രശ്നമില്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പ്രശ്നം പറയുമ്പോൾ അമ്മ പറയുമായിരുന്നു ഒരു കുട്ടിയെ കഴിഞ്ഞ് ഇതൊക്കെ മാറുന്നു. അപ്പോൾ ഞാൻ അമ്മ അടുത്ത് പറയും ഇങ്ങനത്തെ ഡയലോഗൊക്കെ പറയാൻ പാടും, ഇതൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷെ അതൊരു സത്യമാണ് കേട്ടോ. കാരണം ഇത്രയും എനിക്ക് എന്തൊക്കെയോ തോന്നിയിട്ടും രാവിലെ കഴിഞ്ഞ് ഇനി ഇവിടെ കാര്യങ്ങൾ നോക്കണം, യുവിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, യുവിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അപ്പോൾ ഇവിടെ കരച്ചിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മുഴുവൻ അങ്ങോട്ട് ചിന്തിച്ചിരുന്ന് വിഷമിക്കാനുള്ളൊരു സമയം കിട്ടില്ല. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. കുറച്ചായി എൻഗേജ്മെന്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട്. പക്ഷെ എല്ലാം ഒന്ന് ഫൈനലൈസ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫൈനലൈസ് ആയിട്ടല്ല, എൻഗേജ്മെന്റ് ഒരു വലിയ കാര്യമല്ല. എന്നിട്ടല്ലേ നമ്മള് ഭയങ്കര വൈഡായിട്ട് പറഞ്ഞു തുടങ്ങുക. അപ്പോൾ അതിനായിരുന്നു നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഇന്നലെയാണ് RP കാർഡ് കിട്ടിയത് അല്ലേ. ഇന്നലെയാണ് ഞാൻ എൻ്റെ RP കാർഡ് പോയി കളക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് അതാണ് ഞാൻ പറയണ ഓരോന്നും ഇവിടെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ലൈഫിൽ എല്ലായിടത്തും എപ്പോഴും എത്തിപ്പെടാൻ പറ്റില്ല. ചെറിയ കാര്യങ്ങൾ മിസ് ചെയ്യുന്നത് വലിയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി. മാല കൊള്ളാലോ. ഞാനൊന്ന് ബ്രഷൊക്കെ ചെയ്ത് റെഡിയായി വന്നതാണേ. കാരണം വീഡിയോ കോൾ ചെയ്യുന്നത് അവരെന്തോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് വൃത്തിക്കായി വന്ന് വീഡിയോ കോൾ വിളിക്കായിരുന്നു അപർണേനെ. രാത്രി ഞാൻ ജസ്റ്റ് ബിരിയാണിക്ക് വേണ്ട മസാല ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. കാരണം ഇന്ന് അവർ വരുമ്പോൾ വീടിൻ്റെ അകത്ത് മൊത്തം മസാലയുടെ മണം ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയതായിരുന്നു കിച്ചണിന്. കുറച്ച് കച്ചറായിരുന്നു കിച്ചൺ. പക്ഷേ വിഷ്ണു വളരെ മനോഹരമായി കിച്ചൺ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ വീണ്ടും വിഷ്ണുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വിഷ്ണു വളരെ നന്നായിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്ത് ഞാൻ തമാശ പറയല്ല കേട്ടോ, വളരെ അടിപൊളിയായിട്ട് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു കിച്ചണിൽ കയറി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം കിട്ടുമല്ലോ. ക്ലീൻ ചെയ്തിട്ടൊരു സീക്രട്ട് ഞാൻ കണ്ടുപിടിച്ചു.
ചെമ്പോടുക്കന്. ഇത് ആരാങ്ങനെ വെക്കണം എന്ന് പറഞ്ഞത്? അല്ല, ഞാനിങ്ങനെ പോവാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ എടുത്ത് ഞാൻ ഉദ്ദേശിച്ചത് ആ സാധനം എടുത്ത് നേരെ വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം കഴുകണ്ട, കാരണം ഇന്ന് ഇതിൽ തന്നെ ചൂടാക്കി ഇതാക്കണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ചെമ്പോടുക്കനെ ഫ്രിഡ്ജിൽ കയറ്റി. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10:11 കൂടെ നമ്മൾ ബിരിയാണിയുടെ മസാലപ്പണി ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിച്ചണിലൊരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ നമ്മളിങ്ങനെ ബിരിയാണി പോലത്തെ ഒരു സംഭവം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും മണം അങ്ങോട്ട് പുറത്തോട്ട് പോവില്ല. ഈ സ്റ്റവിൻ്റെ നേരെ മുകളിൽ കാണുന്ന എക്സോസ്റ്റ് ഇല്ലേ, അത് നമ്മുടെ ഒരു ഇന്ത്യൻ കുക്കിങ്ങിനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ അങ്ങനത്തെ ഡച്ച് കുക്കിങ്ങിനൊക്കെ പറ്റും, ചെറിയ അധികം മസാല ഇല്ലാത്ത കുക്കിങ്ങൊക്കെ. നമ്മൾ വീക്ക് ഡേയ്സ് അങ്ങനെ കുക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിലും വീക്കെൻഡ്സ് ഒക്കെ ഇങ്ങനെ ഒരു മേജർ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മണം പോകാൻ പറ്റുന്ന രീതിയിലുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക അങ്ങോട്ട് ഫൈനലൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സോസ്റ്റ് പരിപാടിയൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അതാ ഞാൻ ഇന്ന് തന്നെ മസാല അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. എന്നാൽ പിന്നെ നാളെ അവർ വന്ന് കയറി ഉടനെ വീടിൻ്റെ അകത്ത് അത്ര ഒരു മസാല മണം ഉണ്ടായിരിക്കില്ലല്ലോ. ഇത് ഞാൻ മുന്നേ ഒരു തവണ ഉണ്ടാക്കിയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ്. സൺഫ്ലവർ ഓയിലിലോട്ട് നമുക്ക് വേണ്ട സ്പൈസസ് എല്ലാം ഇട്ട്, ഒപ്പം ഞാൻ അജ്വൈനും കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതിലോട്ട് തക്കാളി ഇട്ട് ഉപ്പിട്ട് നല്ലോണം നുടഞ്ഞു വന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ആഡ് ചെയ്ത് അതിലോട്ട് വറുത്ത് വെച്ച സവാള ആഡ് ചെയ്ത്, പിന്നെ നമ്മൾ ആകെ കുറച്ച് പൊടികളെ ആഡ് ചെയ്യുന്നുള്ളേ. ഒന്ന് ആവശ്യത്തിന് മാത്രമുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാല ഇത് അൻഷിഫ പറഞ്ഞു തന്നിട്ടുള്ളൊരു ബിരിയാണി മസാലയാണ്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നണു. പവിത്രം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, ഒരു കുഞ്ഞു ബ്രാൻഡിൻ്റെ ബിരിയാണി മസാലയാണ്. അതിങ്ങനെ ഒരു 3-4 പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വേണ്ടത്ര ബിരിയാണി മസാല. പിന്നെ അതിനുശേഷം നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ പെരിഞ്ജീരകം എപ്പോഴും നോൺ വെജിൻ്റെ ഒപ്പം നല്ലൊരു ടേസ്റ്റ് ആഡ് ചെയ്യുന്ന, ഒരു എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പിന്നെ ഇത് സാഫ്രൺ പാലിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാട്ടോ. ഇത് ചെമ്മീൻ്റെ ഒപ്പം ആക്ച്വലി നല്ലൊരു ഫ്ലേവറാണ്. ഈ ഒരു ബിരിയാണി ഞാൻ ബൂംബാങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഈ മസാല റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി മസാല പരിപാടി എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. കിടന്നപ്പോൾ ഏകദേശം ഒരു 11-11:15 ആയി. പക്ഷേ എന്തായാലും മേജർ പരിപാടി തീർന്നല്ലോ. എനിക്ക് ആക്ച്വലി നാളെ എൻഗേജ്മെൻ്റ് ആണ് എന്നുള്ളതിൻ്റെ കുറേ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മാറി കിട്ടിയത് ഇത്രയും വലിയൊരു ബിരിയാണി ഉണ്ടാക്കൽ തുടങ്ങിയത് കൊണ്ട് എനിക്ക് കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണു ആസ് യൂഷ്വൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാനിരുന്നിട്ടുണ്ടല്ലേ? പഠിച്ച് ഫസ്റ്റ് റാങ്ക് ആവുമോ? പഠിച്ച് ഫസ്റ്റ് റാങ്ക് ആവുമോന്ന് വിഷ്ണുവിനെ പറ്റിയിട്ട് എനിക്ക് കഴിഞ്ഞ ഒരു 7 കൊല്ലത്തിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷ്ണു ഞാൻ കണ്ടതിൽ വെച്ച് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വിഷ്ണുവിനിങ്ങനെ ഭയങ്കര ബ്രൈറ്റാണോ അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വളരെയധികം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു കാര്യം പഠിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വിഷ്ണുവിൻ്റെ അമ്മയും പറയായിരുന്നു കേട്ടോ, വിഷ്ണു വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ എന്നും രാത്രി പഠനമാണ്, ഇരുന്ന് അങ്ങോട്ട് പഠിക്കുക. ഇവിടെ താനെല്ലാം പറയുമ്പോൾ ഞാൻ പൊക്കി പറയുന്നതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഇനി ഒരു തവണ തന്നെ പറ്റി പൊക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളെ തൻ്റെ ഫ്രണ്ട് നോർവേയിൽ നിന്ന് വരുന്നതിൽ എക്സൈറ്റഡ് ആണോ? എന്താണ് ഫ്രണ്ടിൻ്റെ പേര്? ദീപക്. ഷെറീറിനെ പോലെ തന്നെയാണ് കേട്ടോ ദീപക്. അവർ ഒരുമിച്ചിട്ടായിരുന്നു TCS വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും ദീപക്കിനെ ഒരു 7 കൊല്ലമായിട്ട് അറിയാം. കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ അറിയുന്നുള്ളതല്ല. വിഷ്ണു വഴി, ഷെറീർ വഴി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. TCS പോയപ്പോൾ 1-2 തവണ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുല്യനെ കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. അതുല്യ ഈ പറയുന്ന പോലെ ഒരു യൂട്യൂബറാണ്. അതുല്യ കുറേ കോണ്ടൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നല്ല കോണ്ടൻസ് ആണ്. അപ്പോൾ വിഷ്ണു ഹാപ്പിയാണ് നാളെ ദീപക് വരുന്നില്ല. എത്ര കൊല്ലത്തിന് ശേഷമാണ് ദീപക്കിനെ കാണുന്നത്? കല്യാണത്തിനായിരിക്കും ലാസ്റ്റ് കണ്ടത് അല്ലേ നമ്മുടെ? ഷെറീറിന്റെ കല്യാണം നമ്മുടെ കല്യാണം ആകെ 10 ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഹാപ്പിയാണ് നാളെ ദീപക് വരുന്നതിൽ. യെസ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി കിടക്കട്ടെ. ബാക്കി നമുക്ക് നാളെ കാണാം. ബായ് എന്ന് പറയൂ. അങ്ങനെയില്ല, നാളെ കാണാം ബായ്. അങ്ങനെയില്ല, ഇങ്ങനെ നോക്കൂ, നാളെ കാണാമെന്ന് തല ചിരിക്കുക, എന്നിട്ട് ബായ് പറയൂ. എന്തോ എത്ര പൊക്കിയതല്ലോ. ഇനി വിഷ്ണുവിനെ പറ്റി വേറൊന്നും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷ്ണു വളരെയധികം സൽസ്വഭാവി. അപ്പോൾ ടാറ്റ. ഈ പുഷ്പങ്ങൾ കണ്ടോ? നാളെ എടുത്ത് മാറ്റും ഞാൻ. തീരുമാനമായിരിക്കണം.
പിന്നെ എനിക്ക് വിഷ്ണുവിനെ പറ്റി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു വളരെ നല്ല ഒരു പ്ലീസ് മതിയായി ഒന്ന് പോയിക്കോളൂ. ബൈ ബൈ. 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 ഇന്നലെ നമ്മൾ മസാല ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചത് കാരണേ കുറച്ചൊക്കെ അതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ വെള്ളം ഒന്നും കൂടെ ഇറങ്ങി വരുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ പുതിനയിലയും ആഡ് ചെയ്യാം കേട്ടോ. ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം എന്നുള്ളൊരു അഭിപ്രായം ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്കുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇത് നേരെ നമ്മൾ ദമ്മിടുമ്പോൾ ഇനി റൈസിൻ്റെ താഴെ ബിരിയാണി ചെമ്പിലിടുന്നു, അത്രയേ ഉള്ളൂ. വിഷ്ണുവാണ് എൻ്റെ ടേസ്റ്റിംഗ് എക്സ്പേർട്ട്. ഉപ്പ് കൂടുതലാണ്. നാരങ്ങ പിഴിയാൻ മറന്നായിരുന്നു ഞാൻ. എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഒരു പ്രശ്നം? നാരങ്ങ പിഴിഞ്ഞോ? കുഴപ്പമില്ല. പക്ഷെ നീ എന്തെന്ന് വെച്ചോക്കി ഉപ്പ് പ്രശ്നം പക്ഷെ എരിവുണ്ട് കേട്ടോ. തന്നെ എരിവില്ല. ഇനി എരിവുണ്ടോ കേട്ടോ? ഞാൻ ഒരു മസാല ഇട്ടിട്ടില്ല. നാരങ്ങ ഉപ്പ് സൂക്ഷിച്ചോട്ടല്ലോ. ഉപ്പ് എത്ര ആവശ്യം എനിക്ക് തോന്നുന്നു. എന്തിന്റെ ഒന്നിന്റെ ഒരു ചെറിയൊരു കുത്തുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഗരം മസാല മസാല അടിക്കുന്ന പോലെ എനിക്ക് നമുക്ക് കുറച്ചൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് സെറ്റാക്കാൻ പറ്റുമോ നോക്കാം. തേങ്ങാപ്പാലിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര കുത്തലല്ല, പക്ഷെ ചെറിയൊരു മസാല കുത്ത്. ഇനി അരി നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും എന്നെക്കാളും എക്സ്പേർട്ട് ആയിരിക്കും ഇതിൽ. ചുമ്മാ നമ്മുടെ സ്പൈസസ് എല്ലാം ഒന്ന് നെയ്യിലും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് വറുത്തതിന് ശേഷം അതിലോട്ട് അരി ആഡ് ചെയ്യും. അരി ഒന്ന് വറുത്ത് വന്നതിന് ശേഷം പിന്നെ ഒരു കപ്പിന് 1.25 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ച് നാരങ്ങ നീര് ഉപ്പ് ഇട്ടിട്ട് കറക്റ്റാക്കിയതിന് ശേഷം അടച്ചു വെച്ച് 20 മിനിറ്റ്. ഇത് പിന്നെ റൈസ് കുക്കർ ആയത് കാരണം അങ്ങോട്ട് തീർന്നോളും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കണ്ണ് വെക്കണം, വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സാലഡിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടൈപ്പ് സാലഡാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് കച്ചമ്പറും, അല്ല ഇതാണ് കച്ചമ്പർ, ഇത് കച്ചമ്പറും, പിന്നെ നമ്മുടെ സാധാ യോഗോട്ട് വെച്ചിട്ടുള്ള തൈര് ഒഴിച്ചിട്ടുള്ള സാലഡും. ഈ കച്ചമ്പറില്ലാതെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മലബാർ ആൾക്കാർക്ക് ബിരിയാണി ഇറങ്ങില്ല എന്നുള്ളത്. പൊതുവെ പ്രത്യേകിച്ച് ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ കച്ചമ്പർ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം സുർക്കയിലൊക്കെ ഇരുന്നിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോൾ ആ 2 രീതിയിലുള്ള സാലഡ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ക്യാരറ്റും ഉള്ളിയും പിന്നെ മല്ലിയിലയും അരിഞ്ഞു വെച്ചതിന് ശേഷം അതിലോട്ട് പിന്നെ ഉപ്പും എല്ലാം ഇട്ടിട്ട് ഇളക്കി മാറ്റി വെച്ചാൽ കുറച്ച് നേരം ഇരിക്കണം. അതാണ് ആ കച്ചമ്പറിൻ്റെ ഒരു ടേസ്റ്റ്. പൈനാപ്പിൾ ഉണ്ട് കേട്ടോ നമുക്ക്. അന്ന് നമ്മൾ നോമ്പ് തുറക്ക് ചെയ്തില്ലേ, പൈനാപ്പിള് ഉപ്പിലും മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലും കുരുമുളക് പൊടിയിലും കുറച്ച് വിനീഗറിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതൊന്ന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാം. ബിരിയാണിയുടെ ഒപ്പം ആ ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് നല്ലതല്ലേ. അപ്പോൾ അത് എടുത്ത് ഈ പൈനാപ്പിൾ ബിരിയാണിയിലിടുന്നത് ചിലവരൊക്കെ ഭയങ്കര പാതകമായിട്ട് പറയാറില്ലേ. വിഷ്ണു ആ കാറ്റഗറി കേട്ടോ. ബിരിയാണിയിൽ പൈനാപ്പിളിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ബിരിയാണിയിൽ പൈനാപ്പിൾ അത് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് സൈഡിൽ വെക്കാറുണ്ട്. അപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കുന്നത് ഒരു രസമാണ്. സമയം 1 മണിയായി. 1:45 അവർ ലാൻഡ് ചെയ്യുന്നത്. വിഷ്ണു അടക്കൊന്ന് വാക്യൂം ചെയ്യട്ടോ. എനിക്ക് അവർ വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ട്. അതിനുള്ള സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ നേരത്തെയൊക്കെ തുടങ്ങിയതായിരുന്നു. പക്ഷെ എന്നാലും ചിലർക്ക് ചില സ്വഭാവം ഉണ്ടാവില്ല. അവസാന നിമിഷം വരെ ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം കിടന്ന് ഓടണത് എനിക്കിഷ്ടമില്ലാത്ത സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ചമ്മന്തിയും കൂടെ ഇറക്കിയാണ് കേട്ടോ. ഇത് സാധാ തേങ്ങയും പച്ചമുളകും കുറച്ച് നാരങ്ങനീരും ചെറിയൊരു കഷ്ണം ഉള്ളിയും ഇഞ്ചിയും ഒരു 2-3 കറിവേപ്പിലയും പിന്നെ പുതിനയുടെ ഇലയും മല്ലിച്ചപ്പും കൂടെ ചേർന്നിട്ട് നമ്മൾ ഇങ്ങനെ പാരഗണിൽ കഴിക്കുമ്പോൾ സൈഡിൽ ഒരു ചമ്മന്തി കണ്ടിട്ടില്ലേ, ആ ഒരു ചമ്മന്തി പാരഗണിലെ ചമ്മന്തി ആവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഞാൻ 2 തവണയായിട്ടാണ് ബിരിയാണിയുടെ അരി വെച്ചത്. കാരണം എപ്പോഴും ഞാനൊരു 3 കപ്പൊക്കെ ഒരുമിച്ച് ഇതിൽ വെക്കുമ്പോൾ എന്തൊക്കെയൊക്കെയോ വേവ് അങ്ങോട്ട് ശരിയാവാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ 3 കപ്പ് ആവശ്യമുള്ള സമയത്ത് 2 കപ്പ് ആദ്യം ഞാനൊന്ന് വേവിച്ചെടുക്കും. അതിനുശേഷം അവസാനത്തെ കപ്പ് ഞാൻ ഒറ്റയ്ക്കാണ് വെക്കാറ്. അപ്പോൾ ഇതിൽ തന്നെ ഇരുന്ന് വേവാതിരിക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുന്നേ ഉള്ളൂ. കുക്കിംഗ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. സമയം 1:20 ആയിട്ടുണ്ട്. മോള് പോയിട്ട് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റട്ടെ അവിടുത്തെ ബെഡ്റൂമിൽ. ആ മോളിലെ റൂം അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇവിടെ പ്രതുവും ഗീതവും വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാൻ വരുമ്പോഴാണ് ആ റൂം ഉപയോഗിക്കാറുള്ളൂ. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഇവിടെ ആരും സ്റ്റേ ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ റൂം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എന്നാലും 3 ആഴ്ച ചെയ്തല്ലേ, പൊടിയും ഒക്കെ ഉണ്ടായിരിക്കും. ഒന്ന് മാറ്റാം. എനിക്ക് കഴിഞ്ഞ ദിവസം ലെഗ് ഡേ ആയിരുന്നു. കാലനക്കാൻ ഇതുവരെ പറ്റി തുടങ്ങിയിട്ടില്ല.
എനിക്കും വിഷ്ണുവിനും പൊതുവേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നിൽക്കാൻ വരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വിഷ്ണുവിന് എന്നെക്കാളും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു റൂം അവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കി വെക്കുമല്ലോ. ഇത് എല്ലാ തവണ ചെയ്യുമ്പോഴും എനിക്ക് മുന്നേ ഇവിടെ ഓരോരോ തവണ ഓരോരുത്തർ വന്നപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ ഈ റൂം അറേഞ്ച് ചെയ്തൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും. അപ്പോൾ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റുമ്പോൾ ഞാൻ പറയുമായിരുന്നു, 2 അമ്മയും അച്ഛനും വന്ന സമയത്ത് നമ്മൾ മാറ്റിയതും പിന്നെ നമ്മുടെ ഓരോരോ വേണ്ടപ്പെട്ട ആൾക്കാർ വന്നപ്പോഴും ഈ റൂം അത്രയും സ്നേഹത്തോടു കൂടെ നമ്മൾ ഒരുക്കിയിട്ടുള്ള ഒരു റൂമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ റൂം അതിലേക്കും ദീപക്കിനും വേണ്ടിയിട്ടാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്ഷീറ്റ് മാറ്റുക, ക്വിൽ കവർ ഇടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പണിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അതുല്യക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവര് വീഡിയോയില് വരാൻ ഓക്കെ ആണോന്ന് ഞാൻ അവരോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ വന്ന് കയറണമെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അവരോട് ചോദിച്ച് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം അവരെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരെ വീഡിയോയിൽ കൊണ്ടുവന്ന് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് ചെയ്യാട്ടോ. എല്ലാ ആൾക്കാർക്കും അങ്ങനെ പ്രിഫറൻസ് ഉണ്ടായിരിക്കില്ലല്ലോ വ്ളോഗിൽ വരാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ചോദിച്ചിട്ട് ഞാൻ ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ ലെയറായിട്ട് ദമ്മിടുന്നില്ല കേട്ടോ. അടിയിൽ മസാല ഇട്ടു, അതിന് മുകളിൽ നമ്മൾ ചോറിടുക ചെയ്യുന്നത്. ഷെറീർ അങ്ങനെയാണ് എപ്പോഴും ഇടുന്നത് കാണാറ്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ മൊത്തം ഒരു പൂക്കളുണ്ടെന്നുണ്ട്. അതിനുശേഷം എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോറ് മാറ്റി വെച്ച് പിന്നെ മസാല വിളമ്പി പിന്നെ ചോറ് വിളമ്പി അങ്ങനെ ഒരു സിസ്റ്റമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ ചെയ്യാം. പിന്നെ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഇത് മഞ്ഞപ്പൊടി പാലിലാക്കിയത് കേട്ടോ. സാഫ്രോൺ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ ഇവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡിപ്പാർച്ചറിൽ വന്നാല് നിന്നെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ദീപക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു ബാഗേജ് എല്ലാം കളക്ട് ചെയ്തു. നമ്മുടെ ദം പരിപാടി ഞാൻ തുടങ്ങാന്ന് വിചാരിച്ചു. വേറെ എന്തായാലും ഒരു 20-30 മിനിറ്റ് ദമ്മിൽ വെക്കേണ്ടായിരുന്നല്ലോ. ദോശക്കല്ലിന്റെ മുകളിൽ വെക്കാന്നിട്ട് വിചാരിക്കും. ഇവിടെ ഡിഷ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഡിഷ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിഷ്ണുവിന് മെയിൽ അയച്ചാൽ മതി. വിഷ്ണു കൃത്യമായി മെയിലിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ചുമ്മാ പറഞ്ഞ കേട്ടോ. വിഷ്ണുവിന് ഡിഷ് സെറ്റിംഗ് ഒരു ഹരമാണ്. സഞ്ജേട്ടൻ്റെ നിന്നാണ് വിഷ്ണു ക്രാഷ് കോഴ്സ് എടുത്തത് അല്ലേ? വിഷ്ണു നന്നായി ഡിഷ് സെറ്റ് ചെയ്യും. അല്ല എനിക്ക് ഇത്രയും പാത്രം ഇതിൻ്റെ അകത്ത് ഇത്രയും കൃത്യമായി കൊള്ളിക്കാൻ പറ്റാറില്ല. പക്ഷെ വിഷ്ണു ചെയ്ത് വരുമ്പോൾ ഇതിൽ മുഴുവൻ വെച്ചിട്ടില്ല കേട്ടോ, വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കൃത്യമായി സ്പൂൺ അവിടെ വെക്കണം, വലിയ പാത്രം അവിടെ വെക്കണം. ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാം വെക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം വെക്കത്തില്ല. കുക്കർ വരെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റും, മിക്സിയുടെ ജാറ് എല്ലാം അല്ലേ? ദമ്മിട്ടാ നമുക്ക് തുറന്നു നോക്കാൻ പാടില്ല, പക്ഷെ എന്നാലും നല്ല മണക്ക് വരുന്നില്ലേ? ഒരു തവണ നോക്കിയതാ. ഇനി നമുക്ക് നല്ലോണം അടച്ചു വെക്കാം. കുറേ കാലമായിരിക്കുന്നു ഞാനിപ്പോ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. ഇതാണ് നമ്മുടെ ടേബിള്. നമ്മുടെ കച്ചമ്പറുണ്ട്, പിന്നെ പൈനാപ്പിൾ നമ്മളെല്ലാ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുത്തത്, ഒരു ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മുടെ ബിരിയാണിയും. മസാലയ്ക്ക് കുറച്ചൊന്ന് കുത്തുകൂടി പോയിരുന്നു എന്ന് ആദ്യം തോന്നിയിരുന്നെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചെമ്മീൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ചെമ്മീൻ്റെ തല ഇട്ടിട്ടുള്ള ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ കൂടുതലാണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായി ബിരിയാണി കഴിച്ചു. വിഷ്ണു തിരിച്ച് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തതായിരുന്നു. ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്. അത് കഴിഞ്ഞ് ഞാൻ ദീപക്കിനെയും അതുല്യനെയും കൂട്ടി നമ്മുടെ അടുത്ത് തന്നെയുള്ള ട്യുലിപ്പ് ബാൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ട്യുലിപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. കുറച്ച് സമയമേ ഉള്ളൂ വൈകുന്നേരം. അപ്പോൾ ഒന്ന് നടന്നിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പൊക്കെ വന്നിട്ട് ഞാൻ അവർക്കൊരു ഗ്യാപ്പ് കൊടുത്തായിരുന്നു വീഡിയോയിൽ വരുന്നതിൻ്റെ മുന്നേ. അയ്യോ മിസ്സായി പോയി. അപ്പൊ ഇതാണ് ദീപക്. ഇന്നലെ ഒരു ചെറിയ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ TCS തൊട്ടിട്ടുള്ള ഫ്രണ്ടാണെന്നൊക്കെ. ഇത് അതുല്യനെ പിന്നെ അറിയുന്നുണ്ടായിരിക്കും കുറെ പേർക്കൊക്കെ. അതുല്യ വലിയ ബ്ലോഗർ. അപ്പൊ നമ്മൾ ചെമ്മീൻ ബിരിയാണി കഴിച്ചതിന് ശേഷം ചുമ്മാ ഇവിടെ അടുത്തുള്ള ഒരു ട്യൂലിപ്പ് ഫീൽഡ് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇവർ നാളെ ക്യുക്കൻ ഓഫ് പോകുന്ന കാരണം കയറണ്ടെന്ന് വിചാരിച്ചു. കാരണം അത്ര ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ ഏപ്രിൽ ഒരു 3rd വീക്കിലൊക്കെയാണ് ശരിക്കും അങ്ങോട്ട് പൂത്തുലഞ്ഞ് വരിക. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് മെല്ലെ വീട്ടിൽ പോകുന്നു. ഇന്നിനി കാര്യമായി പരിപാടികളൊന്നും നടക്കും തോന്നുന്നില്ല. വേണമെങ്കിൽ ഒരു പാർക്കുണ്ട് നടക്കാൻ പോകാൻ. ഇവിടെ നമുക്ക് പറക്കാൻ പറ്റുന്ന രീതിയിൽ തൊടിയിലൊക്കെ നമ്മുടെ അവിടെ ചെമ്പരത്തിയൊക്കെ കാണില്ലേ, അതുപോലെ ട്യൂലിപ്സ് ആരൊക്കെ വന്ന് പറിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ.
തിരിച്ചു വരുമ്പോൾ നമ്മൾ യുവിനെ ഡേ കെയറിന്ന് പിക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. യുവിക്കാണെങ്കിൽ പുതിയ ആൾക്കാരെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കറിയില്ല ആരുടെ സ്വഭാവമാണ് ഇത്രയും സോഷ്യലായിട്ടുള്ളത് എന്നുള്ളത്. ഭയങ്കരമായിട്ട് പുതിയ ആൾക്കാരെ കാണുമ്പോൾ അവരടുത്ത് ചാടി തുള്ളി പോവുക, അവരോട് കുറേ നേരം ആ ഊ എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയുക, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം നമ്മളെല്ലാവരും കാണുമ്പോൾ ഒരുപാട് വിശേഷമൊക്കെ പറയാൻ ബാക്കി ഉണ്ടാവുമല്ലോ. ഈ കൗച്ചിൽ തന്നെ ഇരുന്ന് കുറേ വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ യുവീനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് പോയി കിടത്താമെന്ന് വിചാരിച്ചു, അവൻ്റെ റൊട്ടീൻ വല്ലാതെ തെറ്റിക്കണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഒരു 7:15 ആയി കഴിഞ്ഞപ്പോൾ അവൻ നമ്മൾ ഡിന്നറൊക്കെ കൊടുത്ത് കുറച്ച് നേരം താഴെ ഇരുന്നതിന് ശേഷം 7:15 കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ മുകളിൽ കൊടുന്ന് കിടത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇന്ന് കിടക്കൂ എന്നുള്ളതിൽ ചെറിയൊരു സംശയമുണ്ട്. കാരണം താഴെ എല്ലാ ആൾക്കാരെ കാണും, അത്യാവശ്യം വർത്താനം പറയുന്ന ശബ്ദമൊക്കെ കേൾക്കില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വരുമല്ലോ, ഞാൻ അറിയാതെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളത്. പക്ഷെ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് കിടത്തി വലിയ സമയം കളയാതെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി പ്രതു വന്നിട്ടുണ്ടായിരുന്നു. ഗീതു ഒരു ഓഫീസ് ഡിന്നറിന് പോയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടേ എത്തുള്ളൂ. നമ്മളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്തും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനൊരു ചിക്കൻ ചുക്കയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ ചുക്കയും പത്തിരിയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. പത്തിരി ഇവിടെ ഇപ്പോൾ നമുക്ക് ഫ്രോസൺ കിട്ടും. അത് ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് അവൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ മെഷീൻ പത്തിരി ഇല്ലേ, അങ്ങനത്തെ പത്തിരി കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. കുറേ നേരം നമ്മൾ ഈ ഒരു കിച്ചണിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നിന്ന് കുറേ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് നിന്ന് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സിംഗിൾ പോട്ട് ഈസി ചിക്കൻ കറിയാണ് കേട്ടോ. വറുത്ത സവാളയിട്ട് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമുക്ക് വേണ്ട പൊടികളെല്ലാം ഇട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്ത് ഒന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ട് കിട്ടും. പിന്നെ അവസാനം ഒന്ന് സ്റ്റവ് ഓഫ് ആക്കുന്നതിൻ്റെ മുന്നേ നമ്മുടെ വറുത്ത് വെച്ച ബാക്കി സവാള ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി, പിന്നെ അതേപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞതുണ്ടെങ്കിൽ മുകളിൽ കൂടെ ഇട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ ചുക്ക റെഡിയായി. ഗീതുവിന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാത്രി ഒരു ഓഫീസ് ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഗീതു എത്താൻ വേണ്ടി അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10 ഒക്കെ ആയി തോന്നണം. വീഡിയോ എടുക്കുന്ന ദിവസം കറക്റ്റായിട്ട് വന്നോളൂ. ഗീതു 500 ഗ്രാമിന് ബീഫിന് 42 യൂറോസ്, 200 ഗ്രാംസിന് 21 എന്തോ ഉള്ളൂ. ബീഫ്സ് ഉണ്ട്, ബീഫ് ബർഗറിന് 12 യൂറോ. ഭയങ്കര അടിപൊളി സെറ്റപ്പും കാണാൻ ഭയങ്കര ഭംഗിയുള്ള അമേരിക്കൻ റെസ്റ്റോറന്റ് ആണ്. ഗീതു ഡിന്നറിന് പോയ സ്ഥലത്തുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ അതിൻ്റെ ഇടയിൽ മെല്ലെ ഒന്ന് മുകളിലോട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ടായിരുന്നു, കുറച്ച് വോയിസ് ഓവർ പരിപാടി ഉണ്ടായിരുന്നു. നാളെ വീഡിയോ ലൈവ് ആക്കേണ്ടതും ഷോർട്സ് ലൈവ് ആക്കേണ്ടതും എഡിറ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ താഴെ എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മുകളിൽ പോയിട്ട് എൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ വ്ളോഗായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ മുന്നത്തൊക്കെ കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടില്ലേ, ആ എൻ്റെ ഉള്ളിലെ മാറ്റം, ആ ഒരു ത്വര നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണണം കേട്ടോ. താഴെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മുങ്ങി പരിപാടി ചെയ്യുന്നത്. എനിക്കും ഒരാഗ്രഹം കുറച്ചും കൂടെ മുന്നത്തെ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ചും കൂടെ സമയങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇനിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷം. ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.